ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാനിന്നിവിടെ NIOSന്റെ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ലെഷർ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ആദ്യമായി ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഇതിന്റെ പോയറ്റ് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം WH ഹെൻറി ഡേവിസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ പോയറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് വെച്ചാൽ വില്യം ഹെൻറി ഡേവിസ് എന്നാണ്. അദ്ദേഹം ഈ പോയറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും ലെഷർ ടൈം എന്താണ്? ഒഴിവ് വേള. നമ്മുടെ ഈ നിത്യമായ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിവ് സമയം കിട്ടാറില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കാര്യങ്ങൾക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു? സമയം നീട്ടിവെച്ച് നമ്മുടെ ഉള്ള സമയം കളയുകയാണ്. നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് സിനിമ കാണാൻ പറ്റുന്നില്ല, അതേപോലെ ഒന്ന് നന്നായ രീതിയിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. പല പല കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ആൾക്കാരും അവരുടേതായ ജീവിത രീതിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഈ കവിതയില് നമുക്ക് 14 വരികളാണുള്ളത്. ഈ 14 വരികളുള്ള ഈ കവിത നമ്മൾ സോണറ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? സോണറ്റ്. അപ്പൊ ഈ 14 വരികളുള്ള ഈ കവിതകൾ നമ്മുടെ ഓഥർ, അതായത് നമ്മുടെ പോയറ്റ്, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഓടുന്നതിന്റെയും നമുക്ക് വേണ്ട ലക്ഷ്യത്തെയും കിട്ടുന്നില്ല എന്ന ഒരു സമ്മറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതില് ചില ആൾക്കാർക്ക് നമുക്ക് സിനിമ കാണാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ചിലവർക്ക് റീഡിങ് നല്ല താല്പര്യമായിരിക്കും. ആദ്യ കാലങ്ങളിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പാട്ട് കേൾക്കുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, ഗെയിംസ് കളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തരുടെ പ്രാരാബ്ധങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒഴിവ് സമയം കിട്ടുന്നില്ല. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ കവിതയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ ലൈനില് വാട്ട് ഈസ് ദ ലൈഫ് ഈസ് ഫുൾ ഓഫ് കെയർ. നമ്മുടെ അതിൽ കെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് കവി പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൽ നമുക്ക് പറയുന്നുണ്ട്, നമ്മുടെ പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് പ്രകൃതിയിലോട്ട്, നേച്ചറിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജീവജാലങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി അവര് സമയം ചെലവഴിക്കുന്ന രീതികളും പറയുന്നുണ്ട്. അതായത് നമ്മുടെ കുന്നിൻ ചെരുവുകളിലൂടെ ആട്ടിൻകൂട്ടങ്ങളും പശുക്കളും മേഞ്ഞു നടക്കുന്നു. അത് മനോഹരമായ കാഴ്ചയാണ്, അല്ലെ? നമ്മൾ എവിടെയെങ്കിലും നമ്മൾ സഞ്ചരിക്കാൻ ഈ ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണാറുണ്ട് നല്ല മനോഹരമായ ഒരു നെൽപ്പാടം. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ താഴ്വരത്തിലൂടെ എന്ത് പോകുന്നു? കൂട്ടക്കണക്കിന് ഷീപ്പുകളും കൗസുകളും ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ ഈ സഞ്ചരിക്കുന്ന ആളിന്റെ മനസ്സിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അത് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആട്ടിൻകൂട്ടാണ് പോകുന്നത്. നമുക്കത് മനോഹരമാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഒരു ഫ്രീ വേണം. പക്ഷെ നമുക്ക് ആട്ടിൻകൂട്ടങ്ങളും പശുക്കളും മേഞ്ഞു നടക്കുമ്പോഴത്തേക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? അവിടെ നമുക്ക് ഇതൊന്നും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത്. നമുക്ക് അപ്പോഴത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ആ ചിന്ത? നമുക്ക് പല ജോലികളിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫ്രീ ആയിട്ടുള്ള സമയം നമുക്ക് കിട്ടാത്തത്. അത് പക്ഷെ പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ അതിസന്തോഷമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. അടുത്തൊരു വരികളിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല്, നമ്മൾ ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു മരത്തണതിൽ നമുക്ക് വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ആ മരങ്ങൾ നമ്മൾ കാടാവട്ടെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആസ്വദിക്കാൻ ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടുന്നില്ല. കൂടാതെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുമ്പോഴേക്കും അവിടെയുള്ള നമുക്കറിയാം, ഈ പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അണ്ണാര കണ്ണന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ സ്റ്റാൻസിൽ പറയുന്നുണ്ട്, അണ്ണാര കണ്ണന്മാരെ ഗ്രാസിൽ, അതായത് പുല്ലിന്റെ അടിയിൽ നട്ട്സ് ഒക്കെ ഒളിപ്പിച്ചു വെക്കും, അല്ലെ? അതിനെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു നല്ല കൗതുകരമായ കാഴ്ചകളാണ്, കണ്ടാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? നേച്ചർ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ജീവജാലങ്ങൾ അതിയായിട്ട് അതിനെ ആ ടൈമൊക്കെ അത് മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല, അത് ആസ്വദിക്കാൻ ഫ്രീ ടൈം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പ്രകൃതിയിലെ ഇതിൽ പിന്നെ ഒരു സ്ത്രീയായിട്ട് ഒരു ഉപമ ഇതിൽ നടത്തുന്നുണ്ട് കവിതയിൽ. അതായത് നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള ഭംഗികളുണ്ട്, അല്ലെ? അതായത് നല്ല സൗണ്ട്, കിളികളുടെ കിളിനാദം, പിന്നെ അതുപോലെ തേനീച്ചകളുടെ ഒരു മുരളൽ, പിന്നെ അതുപോലെ അരുവികളിൽ നിന്ന് വെള്ളം പോകുന്നു. അപ്പൊ ഇതൊക്കെ മനോഹരമായ ഒരു കൗതുക കാഴ്ചയും സൗണ്ടൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ഇതെല്ലാം പ്രകൃതിയുടെ ഭംഗിയാണ്. ഈ പ്രകൃതിയുടെ ഭംഗിയെ നമ്മുടെ കവി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള
എത്ര മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഒരു സ്ത്രീയുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ് കവി ചെയ്യുന്നത്. രണ്ട് രീതിയിൽ, അതായത് ഹ്യൂമൻസ് വരുന്ന ആൾക്കാരുടെ എബിലിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാച്ചുറൽ തിങ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവി സങ്കല്പിച്ചിരിക്കുകയാണ്. അതായത് പ്രകൃതിയുമായും നമ്മുടെ ഒരു സ്ത്രീയുമായും കവി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മുടെ ഡാൻസ് കളിക്കുന്ന ഒരു യുവതി, അപ്പൊ എന്തായിരിക്കും ആ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ചിരി, ഒരാൾ ഡാൻസ് ചെയ്യുമ്പോൾ അയാളുടെ ചിരി, ആ ചിരിയിൽ മുഖത്ത് എന്താണ്, നല്ല സന്തോഷം ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ കണ്ണുകൾ നല്ല വികസിക്കും, നമ്മളൊരു നല്ല കാഴ്ച കാണുമ്പോൾ എന്താണ്, നമ്മുടെ കണ്ണുകളിൽ നല്ല തിളക്കമുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം എന്തായിട്ട് കവി സങ്കല്പിക്കുകയാണ്, ആ സ്ത്രീ നൃത്തം വയ്ക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആ സന്തോഷകരമായ ഭാവനകളെ കവി എന്തായിട്ട് സങ്കല്പിക്കുന്നു, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രകൃതി കനിഞ്ഞു നൽകുന്ന വരദാനങ്ങളുമായിട്ട് കവി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 14 ലൈനുകളിൽ കവി നമ്മുടെ സ്പെയർ ടൈം, മനുഷ്യർക്ക്, ഇന്ന് കാണുന്ന മനുഷ്യർക്ക് പ്രകൃതിയിൽ നിന്നും ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാതെ പല കാര്യങ്ങളിലായി ടെൻഷനായി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗത്തും താമസിക്കുന്നുണ്ട്. അവർക്കൊരു ലെഷർ ടൈം കിട്ടുന്നില്ല, അവർക്കൊരു ഫ്രീ ടൈം കിട്ടുന്നില്ല. എന്നെങ്കിലും അത് കിട്ടും എന്ന ഒരു ശുഭപ്രതീക്ഷയോട് കൂടെയാണ് കവി എന്ത് ചെയ്യുന്നത്, ഈ കവിത സമാഹരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എന്താണ്, നമ്മുടെ കവി ഈ 14 ലൈനുകളുള്ള ആ ഒരു കവിത എന്ത് പറയുന്നു, സോണറ്റ് എന്ന് പറയുന്നു. ഈ കവി എന്താണ് പറയുന്നത്, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ലെഷർ ടൈം നമുക്ക് കിട്ടുന്നില്ല, അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും സന്തോഷകരമായിട്ട് അവരുടേതായ സമയങ്ങൾ കണ്ടെത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലെഷർ ടൈം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതില് വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഈസ് എ പുവർ ലൈഫ്, മനുഷ്യ ജീവിതങ്ങളെ എങ്ങനെയാണ് കവി അക്കോർഡിംഗ് ചെയ്തിട്ടുള്ളത്, എന്താണ്, എ പുവർ ലൈഫ് അക്കോർഡിംഗ് ടു പോയറ്റ് ഈസ് എ ലൈഫ് വിച്ച് ഈസ് സോ ഫുൾ ഓഫ് വറീസ് ദെൽ ഹാവ് നോ ടൈം ടു റിലാക്സ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ. എന്തായിട്ടാണ് കവി പറയുന്നത്, മനുഷ്യർക്ക് ഒരിക്കലും സന്തോഷകരമായിട്ട് ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, അവരുടെ ഫുൾ ഓഫ് വറീസ് ആണ്, അവരുടെ ജീവിതം എന്താണ്, ഫുള്ള് എന്താണ്, വളരെ ടെൻഷൻസും, ഒരു ടൈം അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മനുഷ്യരുടെ ജീവിതം എന്താണ്, ഫുൾ ഓഫ് വറീസ് ആൻഡ് റിലാക്സ് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ ബ്യൂട്ടി, അതായത് നാച്ചുറൽ ബ്യൂട്ടിയെ എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും ഒന്ന് പഠിച്ചേക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഷീപ്പ് ആൻഡ് കൗസ് ഡു ഫോർ വിച്ച് വി ഹാവ് നോ ടൈം. അതിന്റെ ആൻസർ എന്താണ്, ഷീപ്പ് ആൻഡ് കൗസ് ഹാവ് ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ ബട്ട് വി ഡു നോട്ട് ഹാവ് എനി ടൈം ഫോർ വാട്ട്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, ആടുകളും പശുക്കളുമൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ടൈം ഇഷ്ടം പോലെ കിട്ടും, നമുക്ക് എന്തുകൊണ്ട് ടൈം കിട്ടുന്നില്ല. പക്ഷെ അതിനുള്ള ഉദാഹരണം എന്താണ്, നമുക്ക് ഷീപ്പുകൾക്കും കൗസുകൾക്കും എന്താണ്, അവർക്ക് റെസ്റ്റ് ചെയ്യാനും സ്റ്റാൻഡ് ചെയ്യാനും നല്ല ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ നമുക്ക് എന്താണ്, വി ഡോണ്ട് ഹാവ് എനി ടൈം ഫോർ ദം, നമുക്ക് അത് കിട്ടുന്നില്ല. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലുള്ള ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ധാരാളമായിട്ട് സമയം കിട്ടുന്നുണ്ട്. പക്ഷേ വി ഹാവ് നോ ടൈം, നമ്മുടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ടൈം കിട്ടുന്നില്ല എന്നും കവി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തോന്ന്, പ്രകൃതിയിലെ ജീവജാലങ്ങള് സന്തോഷകരമായിട്ട് അവര് ലൈഫ് കൊണ്ടാടുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സമയവും നമുക്ക് തികയുന്നില്ല, നമുക്ക് ലെഷർ ടൈം കിട്ടുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ മനസ്സ് ഫുൾ ഓഫ് വറീസ് ആണ് അല്ലെ, പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അടുത്തതിലെ ഒരു പോയറ്റിലെ 2 വരികൾ എന്ന് പറയുന്നത്, ദ ലൈൻ till her mouth can enrich that smile her eyes began means that, എന്ന് വെച്ചാൽ അതിൽ കിടക്കുന്നുണ്ട്, mouth can enrich that smile her eyes began. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവി സങ്കല്പിക്കുന്നുണ്ട്. എന്താണ്, ബ്യൂട്ടി സ്മൈൽ ബിഗിൻസ് ഫ്രം ദ ഐസ് ആൻഡ് സ്പ്രെഡ്സ് ടു ഹർ ലിപ്സ്. ഒരു ബ്യൂട്ടിയായ കുട്ടിയെ, സന്തോഷകരമായിട്ടുള്ള ഒരു കുട്ടിയെ പ്രകൃതിയുമായിട്ട് ഉപമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ പ്രകൃതിയുമായിട്ട് ഉപമിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ആ സന്തോഷകരമായ ഭാവങ്ങൾ എവിടെ വരുന്നുണ്ട്, ഫസ്റ്റ് കണ്ണിലൂടെയും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പിന്നെ ലിപ്പിലൂടെയും എക്സ്പ്രസ് ചെയ്യുന്നു. അത് എന്തുമായിട്ടാണ് കവി കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ നേച്ചറുമായിട്ട് നമ്മുടെ ആ ഒരു കുട്ടിയെ കമ്പയർ ചെയ്തിരിക്കുകയാണ് കവി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് കെയർ ഇൻ ദ ഫസ്റ്റ് ലൈൻ. ആദ്യത്തെ ലൈനിൽ കെയർ എന്നതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലെ.
ടു ലുക്ക് അറ്റ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ ആൻഡ് എൻജോയ് ദം. എന്താണ് ആ കവി എന്താണ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ കവിതകളുടെ സമ്മർ തന്നെയാണ്. എന്താണ്? ടു ലുക്ക് അറ്റ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ. നേച്ചറിലുള്ള ബ്യൂട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അതിനെക്കുറിച്ച് നമ്മൾ എൻജോയ് ചെയ്യണം. ഇതാണ് എന്ത് പറയുന്നത്? കവി ആദ്യമേ നമ്മുടെ ഈ കവിതകളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നമുക്കുള്ള ലെഷർ ടൈം നമ്മൾ എന്ത് ചെയ്യുക? അതിമനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ ഒഴിവാക്കാൻ പാടില്ല. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ സമയം കണ്ടെത്തി സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ മനസ്സ് പ്രോബ്ലംസോ വറീസ് ഉണ്ടെങ്കിൽ ഒക്കെ എന്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക? റിലാക്സ് ആവുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ സന്തോഷകരമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് കവി ഇതിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഈ 14 ലൈനിലെ ഓരോ സ്റ്റാൻസ് നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവർ നോക്കുക. ആ ടെക്സ്റ്റിലെ ആ കവിതകളിലെ ഓരോ ലൈൻസ്, അതായത് ഫസ്റ്റ് ലൈനിന്റെ ലാസ്റ്റ് നമ്മുടെ വേർഡ്സ് അതേപോലെ ഉണ്ട്. അതിന് നമുക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അറിയില്ല എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരേപോലെ വരുന്ന, നമ്മൾ ഇപ്പൊ പെൻ ഹെൻ അല്ലെ, അതേപോലെ വരുന്ന റൈമിംഗ് വേർഡ്സ്, കട്ട് പുട്സ്, ഇങ്ങനെ വരുന്ന റൈമിംഗ് വേർഡ്സ് ഈ ഒരു കവിതയുടെ പ്രത്യേകതയാണ്. റൈമിംഗ് വേർഡ്സ് കുറെയൊക്കെ ഈ കവിതകളിലോട്ട് പോയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഓരോ ലൈനിലുള്ള ഓരോ റൈമിംഗ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ട് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ പോർഷൻ ഒന്ന് പഠിച്ചു നോക്കുക, വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ടെക്സ്റ്റിലെ റൈമിംഗ് വേർഡ്സ് ഒന്ന് എഴുതി നോക്കുക. പിന്നെ നമ്മുടെ എടുത്ത ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതിന്റെ 5 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ബുക്കിലൊന്ന് എഴുതിയെടുക്കുക. ബുക്കിൽ എഴുതിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സാമിന് ഇത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അതിമനോഹരമായിട്ട് എഴുതാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പൊതുവായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ചത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന താഴെ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, ഇതൊന്ന് കാണുക, കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത 3rd ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഇതെല്ലാവരും പഠിക്കുക. താങ്ക് യു.